ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പം അസൈൻമെന്റും പ്രോജക്റ്റ്. ഓക്കെ, നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ആളായിരിക്കും. ഞാൻ ഇഷ്ടം പോലെ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട്, അതിങ്ങനെ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ആണ് അസൈൻമെന്റിനേക്കാൾ. എന്നാൽ അസൈൻമെന്റ് വേണ്ട എന്ന് ചോദിച്ചാൽ അസൈൻമെന്റ് വേണം. പക്ഷെ ഇപ്പം നമ്മളുടെ അസൈൻമെന്റ് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അറിയായിരിക്കും, നിങ്ങൾ കുറേ അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ടുള്ളതായിരിക്കുമല്ലോ. എങ്ങനെയാണ് ടീച്ചറുടെ അസൈൻമെന്റ് വരും. ഓക്കെ, അസൈൻമെന്റ് ആയിട്ട് തരുന്നത് എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും, അതിനെക്കുറിച്ച് എഴുതുക. അല്ലെന്നുണ്ടെങ്കിൽ കുറേ ഒരു മൊഡ്യൂൾ ആയിരിക്കും, ഒരു മൊഡ്യൂൾ എടുത്ത് തരും, അതിനകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ കാണും. അപ്പം എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ള സിസ്റ്റമാണ്. പണ്ട് അസൈൻമെന്റ് കൊടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ അത് കണ്ടുപിടിക്കാനുള്ള സോഴ്സസ് ഒക്കെ കുറവാണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പം നമ്മൾ എന്തായാലും സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, പക്ഷെ അന്നേ കാര്യമില്ല അത്. കാരണം ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണല്ലോ, അന്നൊക്കെ ഇന്റർനെറ്റ് ഒക്കെ ഉള്ള ടൈമൊക്കെയാണ്, നമുക്ക് മൊബൈലിൽ നിന്നൊക്കെ എടുക്കായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അസൈൻമെന്റ് ഒക്കെ മൊബൈലിൽ നിന്നൊക്കെ തപ്പിയെടുക്കും പലയിടത്തും. അത് ഞാനിപ്പോൾ കണ്ടുപിടിച്ച് എഴുതിക്കൊണ്ട് വരും. ഓക്കെ, പേപ്പറിനകത്തൊക്കെ അടിപൊളിയായിട്ടൊക്കെ എഴുതിക്കൊണ്ട് വരും, കുറേ പേപ്പർ എഴുതും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അതേ സാധനം കോപ്പി അടിച്ചിട്ട് ഒരു 5 പേര് എഴുതും. രസകരമൊന്നുമല്ല, ഈ 5 പേർക്കും കിട്ടുന്ന മാർക്ക് വേറെ വേറെ ആയിരിക്കും. ഓക്കെ, 5 മാർക്കായിരിക്കും. അതാണ് ഇതിലെല്ലാം കോമഡി. അതാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആരും കുത്തിയിരുന്ന് നോക്കത്തില്ല അസൈൻമെൻ്റൊക്കെ. അതിനകത്ത് ഏറ്റവും കുറവ് മാർക്ക് എനിക്കുമായിരിക്കും കേട്ടോ, എഴുതിക്കൊണ്ട് വന്നാൽ എനിക്കായിരിക്കും ഏറ്റവും കുറവ് മാർക്ക്. അതാണ് വേറെ രസം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ചെക്ക് ചെയ്യാതിരിക്കുന്നവർ ഫുള്ളൊന്നും ഇരുന്ന് വായിച്ച് നോക്കത്തതൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്പർ ഓഫ് പേജസ് കൂടുതൽ എഴുതി, അല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു പെർസെപ്ഷൻ കാണാം ഇതിനകത്ത് പഠിക്കുന്നവരാരാണ് ഇല്ലാത്തവരാണ്, ആ ഒരു ഇതൊക്കെ ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല, അല്ലാണ്ട് നോക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, എനിക്ക് പറ്റുള്ള കാര്യം ഞാൻ പറയുകയാണ്, ഞാനിങ്ങനെ എഴുതിക്കൊണ്ട് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, ബാക്കി എൻ്റെ നോക്കി എഴുതിയവർക്കെല്ലാം മാർക്ക് കൂടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അസൈൻമെൻറ്റിന് അങ്ങനെ പ്രശ്നമുണ്ട്. തോനെയും നമുക്ക് എന്താണ് എവിടെ നിന്നൊക്കെ നോക്കി എഴുതി വെക്കാനുള്ള സാധനമായിരിക്കും. അപ്പോൾ അതിനൊരു മാർക്കൊക്കെ കാണാം. ഓക്കെ, അതായത് ഇന്റേണൽ മാർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. ഓക്കെ, അതിന് ഇത്ര മാർക്കാണ്, 10 മാർക്കും. അത് നല്ല രീതിയിൽ കുറവായിരിക്കും. എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് അതുകൊണ്ട്. അല്ലാണ്ട് ഇത് ഇന്റർനെറ്റിനൊക്കെ ഇഷ്ടം പോലെ എഴുതിയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഇപ്പോഴത്തെ കേസാണെങ്കിൽ പിള്ളേർക്ക് എളുപ്പമാണ്, ChatGPT ഉണ്ട്. അത് എത്ര പേപ്പർ വേണം, എത്ര ലൈൻ വേണമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എടുത്തു തരും. ഓക്കെ, പെട്ടെന്ന് ടീച്ചേഴ്സിന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി റീഫ്രൈസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ആ സമയത്ത് ഈ പറഞ്ഞ മറ്റേ അസൈൻമെന്റിന് ഒരു ഗുണം ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ തപ്പിയൊക്കെ എടുക്കാം. ഇപ്പം അതല്ല അവസ്ഥ. തപ്പിയെടുക്കുക മീൻസ് ആ സമയത്ത് കുട്ടികൾ വായിച്ചൊക്കെ നോക്കും. അപ്പം അവർക്ക് ആ ഒരു കോണ്ടക്സ്റ്റ് പിടികിട്ടും, എന്താണ് സംഭവം എന്നെങ്കിലും ഐഡിയ കിട്ടും. ഇപ്പം അതൊന്നും വേണ്ട, ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും. പിന്നെ എന്താണ് ഗുണം? കുറേ പേപ്പർ വേസ്റ്റ് ആക്കാം, പേന വേസ്റ്റ് ആക്കാം എന്നുള്ള അല്ലാതുണ്ട്, മഷി വേസ്റ്റ് ആക്കാം എന്നുള്ള അല്ലാതുണ്ട്. പ്രത്യേകിച്ച് അസൈൻമെന്റ് കൊണ്ട് വലിയ ഗുണമില്ല. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ലൈക്ക് ഒരു വൈവാണൊക്കെ വെക്കണം. അത് പ്രോജക്റ്റിനകത്താണ് നടക്കുന്നത്, ഞാൻ പറയുകയാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെയും ഇത് കണക്ക് ഒരു ഗുണമുണ്ട്, അവരെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പഠിക്കും. ഇതാകുമ്പോൾ ഒന്നുമില്ല. പിന്നെ അസൈൻമെന്റ് കൊണ്ട് എഴുതുന്ന എപ്പോഴൊക്കെ ആയിരിക്കും, ക്ലാസ് ടൈമിലായിരിക്കും, ക്ലാസ് പീരീഡിൽ ഇരുന്നായിരിക്കും ഐ ഡി വെച്ചതൊക്കെയാണ് എഴുതുന്നത്. സബ്മിഷൻ ഡേറ്റ് ആകുമ്പോൾ അന്നത്തെ ദിവസമൊക്കെ രാവിലെ തുടങ്ങും. രാവിലത്തെ പീരീഡിൽ എടുത്ത് ബെഞ്ചിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് എഴുതാൻ തുടങ്ങും. എന്നിട്ട് അന്നത്തെ ദിവസം വൈകിട്ടാകുമ്പോഴത്തേക്കും ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പം അവന് നേരത്തെ ക്ലാസ്സിൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, ഈ അസൈൻമെന്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അവരത് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ അസൈൻമെന്റ് കൊടുക്കാം. ഓക്കെ, അത് പെട്ടെന്ന് അവർക്ക് കിട്ടാത്ത രീതിയിലോ, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് കുറച്ച് ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്ന രീതിയിലോ, ഓക്കെ, ചാലഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ അസൈൻമെന്റ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അല്ലാണ്ട് പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. ഓക്കെ, അത് അവരുടെ എന്താ പറയുക ആപ്ലിക്കേഷൻ ലെവൽ തിങ്കിങ് അവിടെ ആവശ്യമാണ് അവർക്ക്. ഓക്കെ, അപ്പം പ്രായോഗികമായിട്ടുള്ള ബുദ്ധി അവിടെ വികസിക്കാൻ അത് കാരണമാകും. ഈ പ്രോജക്റ്റ് വർക്കിന്റെ പ്രത്യേകത ഇതാണ്. അവിടെയും ചില ബിരുദന്മാരുണ്ട്. ഈ പ്രോജക്റ്റ് വർക്ക് തോന്നി കൊടുക്കുമ്പോൾ ഈ ഗ്രൂപ്പ് വൈസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലവന്മാർ മറ്റേ ഒന്നും ചെയ്യത്തില്ല, ഒരാളായിരിക്കും മിക്കവാറും അതിനകത്തുള്ള മറ്റേ ചെയ്യുന്നത് മൊത്തം. ബാക്കിയുള്ളവരെല്ലാം ഒരു പാരസൈറ്റ് കണക്ക് നിൽക്കും. ഓക്കെ, അങ്ങനെ മാർക്ക് മേടിക്കുന്നവരും. ഓക്കെ, അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം കാര്യം ഇതാണ്, ഇപ്പം ഈ 2025 വെറുതെ അസൈൻമെന്റ് ഒക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറേ പേപ്പർ വേസ്റ്റ് മാത്രമാണ്. ഓക്കെ, അത് ഈ മറ്റേ യൂണിവേഴ്സിറ്റികളും കോളേജുകളും സ്കൂളുകളും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ കാര്യം ഇതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ വയ്യ. ഓക്കെ,
കാരണം കുത്തിയിരുന്നൊക്കെ മറ്റേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും പഠിക്കും. അല്ലാണ്ട് ഈ അസൈൻമെന്റ് എഴുതുന്നവർ പഠിക്കുമെന്ന് വെച്ചിട്ടില്ല. ഹാൻഡ് റൈറ്റിംഗ് നല്ല നന്നാവുമെങ്കിലേ ഉള്ളൂ. പക്ഷെ അത് തന്നെ ഈ പറഞ്ഞതുപോലെ എന്താ ഹാൻഡ് റൈറ്റിംഗ് മോശമാവുമെങ്കിലേ ഉള്ളൂ. കാരണം പെട്ടെന്ന് ചിലവറാൻ എഴുതി പോകത്തില്ലേ ഉള്ളൂ. അതൊക്കെ ആര് നോക്കാനാണെന്നുള്ള രീതിയിൽ കൂടെ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പം ഈ പ്രോജക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ച് പ്രായോഗിക ബുദ്ധിയെങ്കിലും കിട്ടും. അവരിത് എവിടെന്നെങ്കിലുമൊക്കെ കണ്ടെത്തി എന്നിട്ട് പിന്നെ വൈവയൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അവനാണോ അത് ചെയ്തത്, നീ വേറെ ആരും കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ, അങ്ങനെയുള്ള കുറച്ച് ഇത് കിട്ടും. ഓക്കെ, പിന്നെ അസൈൻമെൻറ്റ് എഴുതാനുള്ള കൂട്ടുകാരൊക്കെ പോയി അസൈൻമെൻറ്റ് എഴുതിക്കും. ബൈ.